കണ്ണൂർ ജില്ലയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് പ്രശസ്തമായ കീഴൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സങ്കേതത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾ ബുധനാഴ്ച പുലർച്ചെ 5:30 ആരംഭിക്കുമെന്ന് ഇരു ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികൾ ഇരിട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നല്ലൊരു സൗകര്യം വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തൃപ്തികരമായ രീതിയിൽ ബലിതർപ്പണം ചെയ്ത് അവരുടെ വഴിപാടുകളൊക്കെ കഴിഞ്ഞു പോകുവാനുള്ള വിപുലമായ ഒരു സൗകര്യം ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മലയോര മേഖലയിൽ ഈ പിതൃതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ക്ഷേത്രമാണ് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 3000-ഓളം ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു. അതുപോലെ ഏകദേശം 1000-ലധികം ആൾക്കാർ, 4000-ഓളം ആളുകൾ ക്ഷേത്ര ദർശനത്തിനും കൂടി എല്ലാം കൂടി പങ്കെടുത്തിരുന്നു. പുഴക്കടവിലാണ് നമ്മൾ ഈ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ബാവലിപ്പുഴയുടെ തീരത്ത് നിൽക്കുന്ന അതിമനോഹരമായ പവിത്രമായിട്ടുള്ള ക്ഷേത്രമാണ് മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കടവിൽ നിന്ന് തന്നെ കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഭക്തജനങ്ങൾക്ക് അവിടെ പുഴയിൽ പോയി മുങ്ങി കുളിക്കുന്നതിന് പ്രത്യേകമായ സൗകര്യങ്ങൾ, അവരുടെ സുരക്ഷയൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബലിതർപ്പണത്തിനായി ക്ഷേത്ര സങ്കേതങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി ക്ഷേത്രങ്ങളിലും ബാബലിപ്പുഴക്കടവുകളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. 6ഓളം ടിക്കറ്റ് കൗണ്ടർ, വാഹന പാർക്കിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് മറ്റ് ഭക്തജനങ്ങൾക്കുമായും ലഘുഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി അഗ്നിരക്ഷാ സേന, പോലീസ്, മറ്റു വളണ്ടിയർമാർ എന്നിവരുടെ സേവനവും തേടിയിട്ടുണ്ടെന്ന് കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രം വൈസ് പ്രസിഡന്റ് KP നാരായണൻ മാസ്റ്റർ, മഹാദേവ ക്ഷേത്രം സെക്രട്ടറി KE നാരായണൻ മാസ്റ്റർ, ഭാരവാഹികളായ M ഹരീന്ദ്രനാഥ്, M സുരേഷ് ബാബു, A പ്രശാന്തൻ, PV കൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.